ഹലോ ഫ്രണ്ട്സ്, തിരുവോണത്തിൻ്റെ ഒരു തിരക്കൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈറ്റ് വിസിറ്റിങ്ങിന് പോയതാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പോകേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ്. ധൻഷു ബേബിക്ക് ചെറിയൊരു കോൾഡിൻ്റെ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ ഒന്ന് ആവി പിടിപ്പിക്കാൻ വേണ്ടി പോകണം കേട്ടോ. എല്ലായിടത്തും ഓണത്തിൻ്റെ അലങ്കാരങ്ങൾ തന്നെയാണ്. പെട്രോൾ പമ്പിലായാലും മാവേലിയുടെ ഒരു വലിയ പിക്ചറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ പെട്രോൾ പമ്പ് കയറിയാലും ധനുഷ് തന്നെ ക്യാഷ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സ്ഥിരം പരിപാടിയാണ് ഇതുപോലെ വെയിറ്റും ഹൈറ്റും നോക്കുക എന്നുള്ളത്. ആ കൗണ്ടറിലിരിക്കുന്നത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. കറക്റ്റ് മനസ്സിലാവുന്നില്ല എങ്കിലും വീഡിയോ എടുത്തു. അങ്ങനെ ആവിയൊക്കെ പിടിച്ച് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ കുറച്ച് പൂ വാങ്ങാമെന്ന് ഓർത്തിട്ട് ഇതാ അവിടെ ചവിട്ടി കുറച്ച് പൂവും വാങ്ങിച്ച് 100 രൂപക്ക് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. ഇന്നത്തേതും നാളത്തേക്കും ഇടാനുള്ള കുറച്ച് പൂക്കൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് ഭംഗിയല്ലേ പൂക്കളൊക്കെ കാണാൻ. പൂക്കളില്ലാതെ എന്ത് ഓണാഘോഷമല്ലേ. ഇതുപോലെ പൂക്കളൊക്കെ വാങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓണത്തിൻ്റെ ചൂട് കംപ്ലീറ്റ് ആവുക എന്ന് നമ്മൾ പറയാമല്ലോ. അപ്പോൾ അതാ ഇനി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അത് ഇടാനുള്ള ഒരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഇന്നത്തെ ഒരു പൂക്കളം നമ്മൾ സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ധൻഷു ബേബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, പാറുക്കുട്ടി. അപ്പോൾ അവർ കുറേ സമയം കളിച്ച് അവരെല്ലാവരും അങ്ങോട്ട് പോയി. അവർ പോയ ആ ഒരു ദേഷ്യം ധൻഷു ബേബി എൻ്റെ മേലെ തീർക്കുന്നതാണ് കേട്ടോ. അവരെ വിളിക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരാക്രമണമൊക്കെ കുട്ടി കാണിക്കുന്നത്.